ഹായ് ഗായ്സ്, ഇന്ന് അമ്മേൻ്റെ കസിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ ഞങ്ങളൊക്കെ അങ്ങോട്ട് പോകാനുള്ള തിരക്കിലാണ്. അപ്പോൾ മാമിയും അമ്മയൊക്കെ രാവിലത്തേക്കുള്ള ചായ ഒക്കെ ഉണ്ടാക്കുകയാണ്. പിന്നെ ഞാനും ലച്ചു അമ്മച്ചനൊക്കെ ചായ കുടിക്കുകയാണ്. ഞാനും ലച്ചൊന്നും കുളിച്ചിട്ടില്ല. ഇനി ചായ കുടിച്ചതിന് ശേഷം കുളിക്കാന്ന് വെച്ചു. അപ്പോഴേക്ക് ഇതിയൊക്കെ കുളിച്ച് വന്നിട്ടുണ്ട്. ആദ്യം മാമനും അമ്മച്ചനൊക്കെ മുന്നേ പോയിട്ടോ. പിന്നെ അച്ഛൻ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് പോവാൻ. മാമനും അമ്മച്ചനൊക്കെ ആദ്യം പോയി. പിന്നെ ഞങ്ങൾ അച്ഛനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അച്ഛൻ കുറച്ചു നേരം കഴിഞ്ഞിട്ടാവും വരിക. എന്നിട്ട് ഞങ്ങൾ പോകും അങ്ങോട്ട്. ഇതിനും ദിവനൊക്കെ മാമി ഒരുക്കുന്ന തിരക്കിലാണ്. വലിയ മാമീൻ്റെ കുടുംബത്തിലൊരു കല്യാണം ഉണ്ടായിട്ട് മാമി പിന്നെ ഞങ്ങളെ കൂടെ ഇല്ല. മാമി അങ്ങോട്ട് പോയതാണ്. പിന്നെ ഒരുങ്ങി കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര സ്റ്റൈലാക്കലാണ് കേട്ടോ. പിന്നെ ഞാനും ലച്ചും ചേച്ചിയൊക്കെ ഒരുങ്ങണ തിരക്കിലാണ്. ലച്ചുട്ടി ഇതാക്കണേ, ഇരുന്ന് ഉറങ്ങണേ. ഇതാ ഇവിടെ അടുത്ത ആള് കഞ്ഞി കൊടുക്കാൻ നടക്കുന്നു. കുടിക്കുന്നില്ല, ലിപ്സ്റ്റിക് ഇട്ട് കാരണം കഞ്ഞി കുടിക്കുന്നില്ല. അതൊക്കെ കുട്ടികളെ ഒരുക്കി കൊടുത്തതിന് ശേഷമാണ് കേട്ടോ മാമി ലച്ചൊക്കെ ഒരുങ്ങിയത്. ചേച്ചിയും അമ്മയും ഒക്കെ അച്ഛൻ്റെ കൂടെ പോന്നു കേട്ടോ. ഞാൻ പിന്നെ മാമൻ്റെ കൂടെയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇതാണ് കേട്ടോ രാജീവ് മാമൻ്റെ വീട്. പിന്നെ ആദ്യം തന്നെ നമുക്ക് ഒന്ന് വീടൊക്കെ ഒന്ന് കണ്ടുനോക്കാം. വീട് ചെറിയ വീടാണെങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യം വീടും പരിസരവും ഒക്കെ ചുറ്റി കണ്ടു. ഒരുവിധം എല്ലാ പണിയും കഴിഞ്ഞ് വീടൊന്ന് സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ കാണുമ്പോൾ തോന്നും പരിപാടിക്കാരും വന്നിട്ടില്ലാന്ന്. ഇത് തലേന്ന് എടുത്ത വീഡിയോയാണ് കേട്ടോ. പുറമെന്ന് കാണുമ്പോൾ ചെറിയൊരു വീടായി തോന്നെങ്കിലും 4 റൂമുണ്ട് കേട്ടോ ഇതിന്. അങ്ങനെ ഞങ്ങൾ വീടൊക്കെ ചുറ്റി കണ്ടതിന് ശേഷം ഞങ്ങൾ എല്ലാവരെയും കണ്ടിട്ടോ. പിന്നെ അമ്മ കുറേ നാളായി കസിൻ സിസ്റ്റേഴ്സിനൊക്കെ കണ്ടിട്ട്. പിന്നെ അമ്മ അവരോട് വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നു. അല്ലെങ്കിലും ഇങ്ങനെ ഓരോ ഫംഗ്ഷൻ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ എല്ലാവരെയും കണ്ടുമുട്ടുക. മാമിമാർ പിന്നെ ദിയൂരും കാശിക്കൊക്കെ വാരി കൊടുക്കാൻ കേട്ടോ. പിന്നെ അവർക്ക് എല്ലാവരും കാത്തിക്കാനുള്ള സമയമൊന്നുമില്ല. കാശി പിന്നെ ചോറ് വാരി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഓരോ കുറുമ്പ് തട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് നിന്നത് ഞാൻ പശുവിനെ കടിച്ച് ചോറ് കൊടുക്കാൻ വന്നതാണ്. അതിൻ്റെ ഇടയിൽ മാമിമാർ ഓരോ വയറ് നിറക്കിയിട്ടുണ്ടോയെന്ന് ഉള്ള സംശയം ഇല്ലാതില്ല. നല്ല തിരക്കാണ് ഭക്ഷണം കഴിക്കുന്നിടത്ത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഭക്ഷണം കഴിച്ചത്. ഞാൻ പിന്നെ അമ്മേൻ്റെ ചേച്ചീൻ്റെ കൂടെയല്ല ഇരുന്നത്. ഞാൻ പിന്നെ അതിൻ്റെ മുന്നേ തന്നെ കഴിച്ചു. എനിക്കും അല്ലുവിനൊന്നും അമ്മേൻ്റെ അത്ര ക്ഷമയില്ലാത്തതിനാൽ തന്നെ ഞാനും അല്ലുവൊക്കെ തിക്കി തിരക്കിയിരുന്നു കേട്ടോ. അമ്മ ഇരുന്നതിൻ്റെ അപ്പുറത്തെ സീറ്റിൽ മാമിമാർ നല്ല തട്ടുകെട്ടുണ്ട് കേട്ടോ. ഞങ്ങളും ഇരുന്ന് കുറേ സമയം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ അമ്മമ്മയൊക്കെ ഇരുന്നത്. എന്തായാലും ഭക്ഷണം പൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ മാമൻ്റെ വീട്ടിലേക്ക് തന്നെ പോന്നു. അവിടുന്ന് ഡ്രസ്സ് എടുത്ത് ഞങ്ങൾ ഇന്ന് തന്നെ മാമൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചു പോന്നു.